കൈവാച്ചുമായി അശ്വതി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം നമ്മുടെ XR സ്ക്രീനിൽ നിന്ന്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് അശ്വതി? ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ പലയിടത്തും മഴ കുറഞ്ഞു, പക്ഷേ അലേർട്ടുകൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തുണ്ട്? ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ ഉള്ള ദിവസമാണ്. അതായത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഈ ആഴ്ചയിൽ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് കിടക്കാല്ലേ. അപ്പോൾ സംസ്ഥാനത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അതായത് മഴ അതിശക്തമാണെന്നാണ് ഇതിനർത്ഥം. 6 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 6 ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇന്ന് യെല്ലോ അലേർട്ടാണുള്ളത്. അതായത് സംസ്ഥാനത്തുടനീളം ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ഒരു മാപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. മഴ ശക്തമാകുന്നതിന്റെ സൂചനയാണ്. അപ്പം നമുക്ക് ഈ മാപ്പ് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ നല്ല മഴയുള്ള സ്ഥിതിക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദിവസം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതാണെങ്കിലും മടുപ്പ് തോന്നും സ്വാഭാവികമായിട്ടും. പക്ഷെ അങ്ങനെയല്ല, മഴ കൂടുതലും കുറയുന്നതിനും അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ, നമ്മൾ പാലിക്കേണ്ട മുൻകരുതലെല്ലാം തന്നെ കാലാവസ്ഥാ വകുപ്പ് നമുക്ക് അപ്പോൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെന്ന് പരിശോധിക്കാം. അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. അതായത് ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. പ്രത്യേകിച്ച് ഈ നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടുത്തതായി 10771070. ഈ നമ്പർ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 10771070. അപ്പോൾ ഈ നമ്പർ എപ്പോഴും ഒന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ മഴയ്ക്കുള്ള സ്ഥിതിക്ക് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം കൂടി നിലവിൽ നൽകുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ജില്ലയിൽ ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയുള്ള തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് എല്ലാവരും കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും കാലാവസ്ഥ വിവരങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം. ബിനിൽ, താങ്ക് യു. അശ്വതി വിശ്വനാഥനാണ് സ്കൈ വാച്ചുമായി നമുക്കൊപ്പം ചേർന്നത്.